ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ചൊരു നാൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോയിലേക്ക് വരുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് മിനിമലിസം അല്ലെങ്കിൽ ഫേക്ക് മിനിമലിസം, ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എന്താണ് മിനിമലിസം? മിനിമലിസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മിനിമലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് കൊണ്ട് മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ ഒരു വസ്ത്രം, ഒരു വീട്, ഒരു കട്ടില്, ഒരു മുറി, അങ്ങനെ അങ്ങനെ ചുരുങ്ങി ജീവിക്കുക എന്നതിനപ്പുറം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുക, അല്ലെ ആ ആവശ്യമുള്ള സാധനങ്ങൾക്ക് എത്രത്തോളം നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിനിമലിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ അറിയാം, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. അതിപ്പോൾ വസ്ത്രങ്ങളാവാം, സാധനങ്ങളാവാം, അലമാരയിൽ പല കാലങ്ങളായിട്ടിരിക്കുന്ന ഡിന്നർ സെറ്റ്, അല്ലെങ്കിൽ കുറേ ഗ്ലാസിൻ്റെ ഒരു സെറ്റ് അലമാരയിൽ മാത്രം വെച്ച് കണ്ടിട്ടുള്ളത് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ പണ്ട് സമയത്ത്, ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ അലമാരയിൽ ഒരുപാട് ഗ്ലാസ്സുകൾ, കിച്ചൺ സെറ്റ്, നല്ല വെറൈറ്റി കളർ ഗ്ലാസ്സുകൾ ഒക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈവൻ നമ്മുടെ വീട്ടിൽ പോലും അങ്ങനെ ഒരു അലമാരി ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് പ്ലേറ്റുകളും ഗ്ലാസ്സുകളും, ഇതിപ്പോൾ എനിക്കൊന്നും എല്ലാവർക്കും തന്നെ റിലേറ്റബിൾ ആയിരിക്കും. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ ഉണ്ടാവും. അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുന്നുണ്ടോ? അതും ഇല്ല. പക്ഷേ ഇതിങ്ങനെ സേഫ് ആക്കി എപ്പോഴും വെക്കും. അത് പിന്നെ ആർക്കും ഉപയോഗം ഇല്ലാണ്ട് അത് അങ്ങനെ നശിച്ചു പോവാണ് പതിവ്. ഇത് സത്യം പറഞ്ഞാൽ ആരും ചിന്തിക്കുന്നില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ അത് എന്താ പറയുക, അങ്ങനെ ചെയ്തു പോണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സുകൾ, ചിലർക്ക് 20 ഡ്രസ്സ് മതിയായിരിക്കും, ചിലർക്ക് 50 ഡ്രസ്സ് വേണമായിരിക്കും. പക്ഷെ അത് വാങ്ങിച്ചു കൂട്ടുന്നതിലല്ല കാര്യം. ഓക്കെ, അത് എങ്ങനെ അത് യൂസ് ചെയ്യുന്നു, അല്ലെ ഉള്ളതിനെ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നു എന്നതിലൊക്കെയാണ് കാര്യം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഈ ഫേക്ക് മിനിമലിസം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സോഷ്യൽ മീഡിയയും അതേപോലെ എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. ഈവൻ അതൊരു ആഡ് കണ്ടിട്ട്, TV ആഡ് കണ്ടിട്ടാവാം, ഇല്ല ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ്, അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാവാം. പക്ഷേ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ചില ചാനലുകൾ ഭയങ്കര ഈസ്തറ്റിക് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഈസ്തറ്റിക് ചാനൽസ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേനും അവർ വിചാരിക്കും, അയ്യോ എനിക്ക് അതില്ലല്ലോ, എനിക്കിതില്ലല്ലോ. സോ ഓരോന്ന് അവർ എന്താ പറയുക, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ത്രൂ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കണ്ട് നമ്മളത് മേടിക്കാൻ നിർബന്ധിതരാവാറുണ്ട്. ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിൽ വീഴാറുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. സോ ഈവൻ നമുക്കത് ആവശ്യമില്ലായിരിക്കാം. ഇപ്പം എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇതിപ്പം എടുത്തെനിക്ക് സൂചിപ്പിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോൾ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, ഈവൻ ഡ്രസ്സ് ആയിക്കോട്ടെ, നൈറ്റ് വെയേഴ്സ് ആയിക്കോട്ടെ, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അതേപോലെ എന്താ പറയുക കുറേ ക്രയോൺസ്, ദെൻ ലാമ്പ്, ടേബിൾ ലാമ്പ്, ഈ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ ഐറ്റംസ് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, ഇഷ്ടമുള്ളതും ആവശ്യമുള്ളതും നമ്മൾ മേടിക്കുക തന്നെ വേണം. പക്ഷേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ചിന്തിക്കുക, എനിക്കിത് ആവശ്യമുണ്ടോ? ഇപ്പോൾ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഈവൻ അവർക്കത് ഉണ്ടെന്ന് തോന്നി നമുക്കത് മേടിക്കണം എന്നില്ല. ഓക്കെ, ഇതിനെയൊക്കെയാണ് ഫേക്ക് മിനിമലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്കിപ്പം ദൈവസഹായിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ പറയുക, അതിൽ നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കുക. അതേപോലെ നമ്മുടെ സാധനങ്ങൾക്ക് നമ്മളൊരു വാല്യൂ നിശ്ചയിക്കുക. അത് പോയാൽ പോട്ടെ എന്ന മെൻറ്റാലിറ്റി കളഞ്ഞിട്ട് ഈവൻ അതെനിക്ക് എത്രത്തോളം വാല്യബിൾ ആയിരുന്നു എന്നുള്ളത് ഓരോ കാര്യങ്ങളിലും, നമുക്കുള്ള ഓരോ കാര്യങ്ങളിലും നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. വൺസ് ഈ വാല്യൂ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ മിനിമലിസത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ മിനിമലിസം ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സമാധാനം കിട്ടും, ഒന്നാമത്തെ കാര്യം. ദെൻ അത് ഈ തിങ്സിൻ്റെ കാര്യത്തിലല്ല, നെഗറ്റീവ് പീപ്പിൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ പറഞ്ഞ മിനിമലിസം ഓക്കെയാണ്, ബാധകമാണ്. ഓക്കെ, ദെൻ നമ്മുടെ വീട് കുറെ കൂടെ ക്ലീൻ ആയിട്ടിരിക്കും, നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ ഡീക്ലട്ടറിങ് പ്രോസസ്സ് വരുമ്പോഴത്തേനും ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ചെറിയ ടാസ്ക് ഞാൻ തരാം. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വാർഡ്രോബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതും ആയിട്ടുള്ള ക്ലോത്ത്സ് ഒന്ന് തരംതിരിച്ച് വയ്ക്കുക. യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കുക.
സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എത്രത്തോളം വേണ്ടാത്ത സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് പഴകി വേണ്ട എന്ന് വെച്ച് മാറ്റി വെച്ച സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. നമ്മുടെ ഉള്ളതെല്ലാം വെച്ച് 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 വീണ്ടും വാങ്ങിക്കൂട്ടുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇനിയേലും നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇതെനിക്കിപ്പോൾ ആവശ്യമുണ്ടോ, അതെയോ ഞാനിത് ആൾക്കാരെല്ലാം മേടിക്കുന്നത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് വേണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അപ്പോഴത്തെ തോന്നൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാം. അതേപോലെ ഈ മിനിമലിസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പൈസ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെ മാത്രം വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ വെക്കുക, ബാക്കി എല്ലാത്തിനെയും റിമൂവ് ചെയ്യാൻ അതിനൊരു ഗട്ട്സ് കൂടെ വേണം. ഓക്കെ, അപ്പം ഈ ഫേക്ക് മിനിമലിസത്തിൻ്റെ പുറകെ പോവാതെ മാക്സിമം നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഹാപ്പി ആയിട്ട് നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കുക. മിനിമലിസം എന്ന ആ ഒരു വേർഡിനെ എത്രത്തോളം നിങ്ങൾക്ക് നീതി പുലർത്താൻ പറ്റുമോ അത്രത്തോളം നിൽക്കുക. അപ്പം ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ഞാൻ അത്യാവശ്യം എല്ലാം കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് ഇനിയും വരുന്നിടം വരെ ബൈ.